ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബോളിയാണ്. നമ്മൾ സാധാരണ ഇത് പുറത്തു നിന്നുമാണ് മേടിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയുമാണിത്. അപ്പോൾ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നമുക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇല്ല, ഇത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് സാധാരണ ഓയിൽ ചേർത്താലും മതിയാകും. ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ നെയ്യ് ചേർക്കുക. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച്, നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം തുടക്കത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് ആദ്യം തന്നെ ഒരു 1/2 ഗ്ലാസ്സോളം ഒഴിക്കുക. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ശരിക്കും ആദ്യം തന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളർ അവിടെ ഇവിടെയൊക്കെ കാണും, എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കില്ല. ഇനി നമുക്കൊരല്പം നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കാം. അപ്പം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങളിത് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റൊരു ബൗളിലേക്ക് ഒരല്പം മൈദ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കുക. കുറച്ച് ലൂസായി, ഒരുപാട് അങ്ങ് തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവണ്ട. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഡോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മൈദയുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സർഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡോ ഇവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ സർഫേസിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിരിക്കണം. എന്നതിന് ശേഷം നമ്മളുടെ ഈ റോളറിലും കുറച്ച് നെയ്യൊന്ന് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നതിന് ശേഷം വേണം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നീളത്തിൽ വേണം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ പരത്തിയെടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. സൈഡും കുറച്ചുകൂടി ഒന്ന് വീതി നമുക്കൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് തന്നെ പരത്തിക്കോളൂ, ഒരുപാട് കട്ടിയൊന്നും വേണ്ട. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും, എവിടെയും വിട്ടു പോകരുത്, എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഡോയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഓവറായിട്ട് പുരട്ടിയൊന്നും വേണ്ട, ജസ്റ്റ് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓവറായിട്ട് പുരട്ടി കൊടുക്കുകയും വേണ്ട. അപ്പം ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മടക്കണം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുന്നത് കൊണ്ടാണ് ഞാൻ തുടക്കമേ പറഞ്ഞത്, നമ്മൾ കുറച്ച് നെയ്യ് കൂടി പുരട്ടിയിട്ട് വേണം ഇങ്ങനെ ഈ ഡോ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റാതാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ മുകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു മെത്തേഡ് ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മൈദയുടെ ആ ഒരു പേസ്റ്റ് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഫോൾഡ് ചെയ്യണം. ഇപ്പുറത്തോട്ട് നമുക്ക് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും നമ്മുടെ ഈ മൈദയുടെ ആ ഒരു പേസ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട, എന്നാൽ എല്ലാ ഭാഗത്തും ഇത് സ്പ്രെഡ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി മടക്കണം. അപ്പം ഞാൻ ഇതിനെ ഒന്നുകൂടി ഒന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് കട്ട് ചെയ്യുക. അരിവ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യണം. ഇത് ഈ ഒരു കാണിക്കുന്ന ഒരു അളവിൽ വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്കിത് മുഴുവനും ഇത്രയും ഒരളവിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. കണ്ടോ, ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. അതിന് മുമ്പ് നമ്മുടെ ഈ റോളർ ഒന്ന് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ഒന്ന് പരത്തണം. ഈ പരത്തുമ്പോൾ ഈ ഒരു പ്ലേസും നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നാലേ ഇത് നമുക്ക് ഒന്ന് ഇളകി കിട്ടത്തുള്ളൂ. എന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാടങ്ങ് കട്ടി കുറയരുത്, എന്നാൽ ഒരുപാട് കട്ടി കൂടുകയും അരുത്. നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിനൊക്കെ വേണം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഞാനൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നതിന് ശേഷം കണ്ടോ, ഇതുപോലെ കുറച്ച് ഓയിൽ ഈ സൈഡിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ പുരട്ടുന്നത് നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഇതൊന്ന് പരത്തിയെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൂടി നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ആ കുറഞ്ഞ തീയിൽ കിടന്ന് വേണം ഈ പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് അങ്ങോട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് തീ കുറച്ചിട്ട് അത് ഷുഗർ കിടന്ന് അലിയട്ടെ. നന്നായിട്ട് അലിഞ്ഞ് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയം തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ തിളച്ചതിന് ശേഷം ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിളച്ച എണ്ണയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നന്നായിട്ട് ഇത് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ സമയം തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ്, നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ തീ കുറച്ചിടുക. കാരണം നമുക്ക് ഇത്രയും ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആ ഒരു സമയം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഷുഗർ സിറപ്പും അവിടെയൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ നമ്മുടെ ഷുഗർ ഒക്കെ അലിഞ്ഞ് നന്നായിട്ട് തിളച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബോളിയുടെ മുകളിലേക്കും ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും വളരെ ഈസിയാണ്, വളരെ പാടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷമാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. കാരണം ഷുഗർ സിറപ്പ് ഇതിൽ നന്നായിട്ട് പിടിച്ച് ചൂടാക്കി ആറിയതിന് ശേഷമാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ബോളി വീട്ടിൽ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം അവർക്ക് മധുരം ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അവർക്ക് ഇഷ്ടമാവും, അത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ അമർത്തുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കൂടുതൽ റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം.